A very good morning, respected teachers and my dear students of Holy Innocents Public School. Thank you for inviting me to speak a few words on World Environment Day 2020. I am Dr. Shaiju, Assistant Professor of Botany, Fatima Mother National College, Kollam. You know, we are living in a very difficult situation. The COVID-19 pandemic is posing a serious threat to the entire human beings in this universe, and we are also a part of it. So in this particular scenario, we are just going to celebrate World Environmental Day on June 5th, 2020. നിങ്ങൾക്കെല്ലാം അറിയാം, ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി ആഘോഷിക്കപ്പെടുന്ന യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു വലിയ ബാനറിന് കീഴിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ സെലിബ്രേഷനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും നമ്മൾ ജൂൺ 5-ന് ഈ ഒരു ദിനം ആചരിക്കാറുണ്ട്. Then why we are organizing such a celebration? Okay, so what is the objective and what is the history behind this kind of celebration? Okay, you know, this is a celebration which is being organized on each and every year on the 5th June, and this is being organized by the United Nations under its environmental program. Actually, it is a prime vehicle for the United Nations for spreading the message to the common public throughout the world regarding the need for protecting our environment. Okay, and this is being actually organized in a global level, in a global platform by participating around 143 countries worldwide. അപ്പോൾ അതൊരു വലിയൊരു സെലിബ്രേഷനാണ്. ലോകം മുഴുവനായിട്ട് ആഘോഷിക്കുന്നതിനേക്കാളുപരി ആചരിക്കുന്ന ഒരു വലിയ സെലിബ്രേഷൻ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസെന്റീവോടുകൂടി, ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തോടു കൂടി, ഒരു ഒബ്ജക്റ്റീവോടു കൂടി ആചരിക്കപ്പെടുന്ന ഒരു വലിയ ഒരു സെലിബ്രേഷനാണ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ. This celebration was first organized in 1974. അത് മുതൽ എല്ലാ വർഷവും ഡിഫറെന്റ് ആയിട്ടുള്ള തീംസിന്റെ ബേസ് ചെയ്തുകൊണ്ട്, ദാറ്റ് മീൻസ് തീംസ് ഇൻ ദ സെൻസ് ഡിഫറെന്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ranging from marine pollution, human overgrowth, the awareness on the dreadful condition of global warming, the sustainable development, wildlife, crime. So all these are the different themes on which the celebrations are being made worldwide in connection with the World Environment Day celebration on June 5th on every year. Okay, then നമ്മൾ ഇപ്രാവശ്യവും അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, ഈ ഒരു ഹിസ്റ്ററി, ഈ ഒരു ഒബ്ജക്റ്റീവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇപ്രാവശ്യവും നമ്മൾ വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആഘോഷിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈച്ച് ആൻഡ് എവറി ഇയർ ദിസ് ഈസ് ബീയിങ് സെലിബ്രേറ്റഡ് ബേസ്ഡ് ഓൺ എ ടൈറ്റിൽ തീം, ആൻഡ് ദിസ് ഇയേഴ്സ് തീം ഈസ് ടൈം ഫോർ നേച്ചർ. ടൈം ഫോർ നേച്ചർ എന്ന് പറയുന്ന ഈ തീം നമ്മുടെ ഇന്നത്തെ ഈ COVID-19 എന്ന് പറയുന്ന പാൻഡമിക്, ഈ മഹാമാരി സൃഷ്ടിക്കുന്ന ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുന്നതിനാണ് എനിക്കിഷ്ടം. നിങ്ങൾ അങ്ങനെ കരുതുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ടൈം ഫോർ നേച്ചർ എന്ന് പറയുന്നത് പേരിൽ പോലെ തന്നെ, പേരിനെ തന്നെ, ആ ടൈറ്റിലിൽ തന്നെയാണ് അന്വർത്ഥമാക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ടൈം. ഇങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത്. ഇറ്റ് ഈസ് ദ ടൈം ഫോർ നേച്ചർ. നമുക്കറിയാം, ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാലമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഓരോരുത്തർക്കും അവരുടേതായ സമയമുണ്ടെന്ന് നമ്മൾ സിനിമയിൽ ശ്രീനിവാസൻ പറയാറുണ്ട് അല്ലെ? എല്ലാവർക്കും അതിൻ്റെ സമയമുണ്ട്. അതുപോലെ ദിസ് ഈസ് ദ ടൈം ഫോർ നേച്ചർ. ദിസ് ഈസ് ദ ടൈം ഫോർ നേച്ചർ. നേച്ചർ ഈസ് അക്സെപ്റ്റിംഗ് ദിസ് ആസ് എ ടൈം ഫോർ ഇറ്റ്സ് റീബിൽഡിങ്. ആക്ച്വലി നേച്ചർ ഈസ് ട്രൈങ് ടു റീബിൽഡ്. നമ്മൾ ഒരുപാട് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ലോകത്തെ ഏറ്റവും എന്താ പറയണ്ടേ, ബുദ്ധിയുള്ള, ശക്തിയുള്ള, വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് എന്നാണ് നമ്മളെ കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യുന്നു? ഫോർ ഹിസ് എക്സിസ്റ്റൻസ് he is continuously exploiting the nature. അല്ലെ? നേച്ചർ എന്ന് പറയുന്നത് it is a phenomenon. Actually, it is not an entity, but it is a phenomenon. And the nature is the phenomenon that provides all the living organisms the food for eating. The nature provides air for breathing. The nature provides water for drinking.
and all the above, that nature provides the suitable climatic conditions for making life possible. Okay. നമുക്കറിയാം ചന്ദ്രനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വി കനോട്ട് ലീവ് ദയർ ബിക്കോസ് ദ എൻവയോൺമെന്റ് ഈസ് നോട്ട് സ്യൂട്ടഡ് ഫോർ ദ ബെറ്റർ ലിവിങ്. ഓക്കെ. അതേസമയം നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മളിപ്പോ എന്താണ് നമ്മൾ കേരളത്തിൽ താമസിക്കുന്നവര് വി ആർ പ്രിഫറിങ് എ ക്ലൈമറ്റിക് കണ്ടീഷൻ ആൻഡ് ദാറ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻ വിൽ സസ്റ്റെയിൻ ഹിയർ. ഓക്കെ. ആർട്ടിക് റീജിയൻസിൽ താമസിക്കുന്ന ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. സോ അവരിഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. മരുഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. സോ ദ നേച്ചർ ഈസ് സോ ജനറസ് by providing all the food materials, by providing the fresh air for breathing, by providing the water which is considered to be the elixir of life, continuous supply of water. The nature is providing the water, and the nature is providing the climatic conditions, the utmost the climatic conditions for human beings and his related species to live harmoniously in this universe. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ തരുന്ന നേച്ചർ, അങ്ങനെയൊക്കെ തരുന്ന പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദ ഹ്യൂമൻ ബീയിങ്സ്, വേറെ ഒരു ഓർഗാനിസംസും അല്ല, ബട്ട് ദ ഹ്യൂമൻ ബീയിങ്സ് ആർ ട്രൈയിങ് ടു ഓവർ എക്സ്പ്ലോയിറ്റ് ദ നേച്ചർ. അല്ലെ? നമ്മളിപ്പോ കാണുന്നുണ്ട്, നമ്മൾ പലതരത്തിൽ ഇപ്പൊ നമ്മുടെ വെസ്റ്റേൺ ഗൾസ് എന്ന് പറയുന്ന ട്രഷർ ഹൗസിനെ നമ്മൾ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അവിടുത്തെ പാറ പൊട്ടിച്ച് മാറ്റുന്ന ഒരു സീനുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പലതരത്തിൽ നമ്മൾ ഡൈവേഴ്സിറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ നേച്ചറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഫോർ മേക്കിംഗ് എക്കണോമിക് ഓർ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. നമ്മളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു, നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയെ കൂടുതലായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലെ? അപ്പൊ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതി, വീക്കായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ഇത്തരം ഒരു സാഹചര്യത്തിൽ COVID-19 നമ്മൾ മനസ്സിലാക്കുന്നതാണ്. COVID-19 ബന്ധപ്പെട്ട് വി ആർ ഇൻ എ ലോക്ക്ഡൌൺ കണ്ടീഷൻ. അല്ലെ? നമുക്ക് we are not able to mingle with other people, the public people. നമ്മൾ എന്ത് ചെയ്യുന്നു? we cannot travel in a car, we cannot travel in a bus. സോ അങ്ങനെ നമ്മൾ ഒരു കെട്ടം നമ്മുടെ വീടുകൾക്കകത്ത് അകപ്പെട്ട് അടച്ച് കൂട്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രകൃതി നമ്മൾ കൈയടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റീവ് പ്ലേസസിനെ പ്രകൃതിയെ തിരിച്ചെടുക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണും, പല COVID-19 ബന്ധപ്പെട്ടുള്ള പല വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും. അല്ലെ? എന്താ ചെയ്യണം? നമ്മുടെ വലിയ തിരക്കുള്ള നാട്ടിൻ തിരക്കുള്ള പട്ടണങ്ങളിലേക്ക് വൈൽഡ് ആനിമൽസ് വരുന്നു. നമ്മുടെ വാട്ടർ ബോഡീസ് എല്ലാം വളരെ ക്ലീൻ ആവുന്നു. ഡൽഹി പോലുള്ള ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസിന്റെ പൊല്യൂഷൻ സ്റ്റാറ്റസ് തീരെ കുറയുന്നു. നമ്മുടെ റിവേഴ്സ്, നമ്മുടെ നദികൾ, നമ്മുടെ സമുദ്രം, നമ്മുടെ വാട്ടർ ബോഡീസ് എല്ലാം തന്നെ, നമ്മുടെ പ്രകൃതി, നമ്മുടെ ജീവജാലങ്ങൾ, നമ്മുടെ നമ്മൾ കിളികളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. സോ ദാറ്റ് മീൻസ് ദ നേച്ചർ ഈസ് ട്രൈയിങ് ടു റീക്യാപ്ചർ ഓൾ ദ ക്യാപ്റ്റിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അങ്ങനെ പ്രകൃതിയുടെ തിരിച്ചുവരവ്, പ്രകൃതി ഈ സമയത്ത്, ദിസ് ഈസ് ദ ടൈം ദ നേച്ചർ ട്രൈസ് ടു റിട്ടേൺ. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മൾ ഈ ഇപ്രാവശ്യത്തെ വേൾഡ് എൻവയോൺമെന്റ് ഡേ നമ്മൾ കണക്കാക്കാം. അപ്പൊ നമ്മൾ ഓരോ പരിസ്ഥിതി ദിനവും നമ്മൾ കൊണ്ടുവരുന്നത് ഒരു വളരെ മികച്ച ചിന്തകളും പ്രവർത്തനങ്ങളുമാണ്. അത് ആ ചിന്തകളെ തുടർന്നുണ്ടാകുന്ന തുടർ പ്രവർത്തനങ്ങളുമാണ് ഓരോ പരിസ്ഥിതി ദിനവും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള പാൻഡമിക്കുകളുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വായിക്കണം. ഒന്ന്, നമ്മൾ കൈയടക്കി വെച്ചിരുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൈയടക്കി വെച്ചിരുന്ന പ്രകൃതിയുടെ സ്വകാര്യതകൾ പ്രകൃതി തിരിച്ചെടുക്കുന്നു. And this is the real time, this is the suitable time, the nature will intervene and the nature will trying to recapture all those things. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ പ്രകൃതി തിരിച്ചെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നമ്മൾ ഈ ലോകത്ത് നമ്മളീ പറയുന്ന, നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്, നമ്മുടെ ചുറ്റും മൃഗങ്ങളുണ്ട്, നമ്മുടെ ചുറ്റും പ്ലാന്റ്സ് ഉണ്ട്, പക്ഷികളുണ്ട്. സോ എ ലോട്ട് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആർ there in and around us. But the human beings are thinking of ourselves. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, വേറെ ആരെക്കുറിച്ചും ആലോചിക്കുന്നില്ല, വേറെ ആരുടെയും പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ. എപ്പോഴും ഒരു ബാലൻസ്ഡ് എൻവയോൺമെന്റിൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്കറിയാം, ദിനോസർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ദിനോസറുകൾ എന്ന് പറയുന്ന വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അവർ എത്രമാത്രം ശക്തരായിരുന്നെന്നും ഒക്കെ നമുക്കറിയാം, നമ്മൾ സിനിമകളിലൂടെ കണ്ടുവരുന്നതാണ്. അത്രയും ശക്തരായിട്ടുള്ള, അത്രയും കായിക ബലമുള്ള ദിനോസറുകൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവർ ഈ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും ആവശേഷരായി പോയത്. എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല? അങ്ങനെയുള്ള അത്രയും ശക്തരായ ജീവജാലങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ബിക്കോസ്
എന്തിന് ശ്രമിച്ചു? They tried to disrupt the balance of the nature. അങ്ങനെ പ്രകൃതിയുടെ ബാലൻസിനെ അവർ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്താ ചെയ്തത്? The nature reacts. തിരിച്ച് പ്രകൃതി പ്രതികരിച്ചു. സോ പ്രകൃതിയുടെ പ്രതികരണം എന്ന് പറയുന്നത്, നേച്ചറിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. പ്രതീക്ഷിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ, പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതികളിൽ ദ നേച്ചർ വിൽ റിയാക്ട്. അങ്ങനെ ഒരു റിയാക്ഷൻ നേച്ചറിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്കും, പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്കും, ദോസ് ഓർഗാനിസംസ് could not survive those responses, and then they completely washed out from this universe. അപ്പൊ അത്രയും ശക്തരായിട്ടുള്ള ദിനോസറുകൾ പോലുള്ള, അത്രയും ഭീകരരായിട്ടുള്ള, അത്രയും ശക്തരായിട്ടുള്ള, കായിക ബലമുള്ള ലിവിങ് ബീയിങ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അത്തരം ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മൾ ഒരേക്കാലം വളരെ കായികമായിട്ട് ബലം കുറഞ്ഞ ആൾക്കാരാണ് ഈ ഹ്യൂമൻ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്തോ വലിയ ആൾക്കാരെന്നുള്ളതാണ്. ബട്ട് വി ആർ നോട്ട്. അപ്പൊ അത്രയും ദാറ്റ് മീൻസ് എന്തോ കായിക ബലമുള്ള ദിനോസറുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? സോ നമ്മളും ആ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും പ്രകൃതിയുടെ ബാലൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രകൃതിയുടെ ബാലൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? അറ്റ് എ ടൈം ദ നേച്ചർ വിൽ റിയാക്ട്. അങ്ങനെ നേച്ചർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിനോസറിന് സംഭവിക്കുന്നത് നാളെ നമുക്കും സംഭവിക്കാം. നമ്മളും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടാം. വി മേ ഗെറ്റ് വാനിഷ്ഡ് ഫ്രം ദിസ് യൂണിവേഴ്സ്. അപ്പൊ അതുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കീപ് എ ബാലൻസ് വിത്ത് ദ നേച്ചർ. നമ്മൾ എടുക്കുന്നതിനൊരു പരിധി വേണം, നമ്മൾ ചെയ്യുന്നതിനൊരു പരിധി വേണം, നമ്മൾ നേച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനൊരു പരിധി വേണം. സോ ദാറ്റ് എ ഹാർമോണിയസ് ബാലൻസ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദ നേച്ചർ. And that harmonious balance will be the basic foundation stone on which our existence is based. ആ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് കൂടുതൽ കാലം ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അപ്പൊ അതാണ് ഈ പ്രാവശ്യത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിൽ തീം, ടൈം ഫോർ നേച്ചർ. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഇടചേർന്ന് പിന്നെ ഇന്ററാക്ട് ചെയ്ത് അവരുമായിട്ട് പ്രകൃതിയുമായി സംബന്ധിച്ച് ജീവിക്കുന്നവരാണെന്നാണ് ഈ ചിത്രം നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ സ്കൂളിന്റെ വെബ്സൈറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. നിങ്ങൾ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു പ്രകൃതിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ പുതിയ ചെടികൾ നടുന്നു, നിങ്ങൾ പുതിയ വനങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ പ്രകൃതിയുമായിട്ട് സംവദിക്കുന്നു, പ്രകൃതിയുടെ ജീവജാലങ്ങളെ കൺസർവ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് നേച്ചർ ഡിമാൻഡ്സ്. So we have to keep a balance with the nature. We have to interact with the nature in a healthy manner so that we can live for a very long period of time. Okay. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഈ COVID-19 എന്ന് പറയുന്ന ഈ പാൻഡമിക്, ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഹാവോക്ക് ഇൻ ദ ഹോൾ യൂണിവേഴ്സ്, ഹോൾ യൂണിവേഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് how this challenge or how this difficult situation can be developed into an opportunity. എങ്ങനെ നമുക്ക് ഈ ബുദ്ധിമുട്ടിനെ ഒരു ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാം? അല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ പറയുന്നത് there are 4 sustainable development goals that help future proof global. എങ്ങനെ നമുക്ക് ഈ പറയുന്ന COVID-19 പാൻഡമിക്കിനെ ഒരു അവസരമായി മുതലെടുക്കാൻ പറ്റും? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് we have to live in tandem with the global biodiversity. നമ്മൾ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയെ അറിഞ്ഞുകൊണ്ട് അവരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിൽ ഊന്നിയുള്ള വികസനം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ സസ്റ്റൈനബിൾ വൺ. ഒരിക്കലും നശിപ്പിച്ചുകൊണ്ടുള്ള വികസനമാകരുത്. ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ വിത്ത് ദ ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കാതെ ബയോഡൈവേഴ്സിറ്റിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു വികസന മാർഗമാണ് ഇനി നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. ഈ COVID-19 പാൻഡമിക് തുറന്നു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം എന്ന് പറയുന്നത് എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഗോയിങ് ഇൻ ടാൻഡം വിത്ത് ദ നേച്ചർ. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്തുകൊണ്ടുള്ളത്. നേച്ചർ ക്യാൻ ബി അൽബേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് നേച്ചറിനെ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഒരു ലഗൂൺ വെച്ചിട്ട്, ലഗൂൺ ഈസ് എ നാച്ചുറൽ ഫിനോമിനൻ. ആ ലഗൂൺ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സീ എറോഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനെ തടയുവാണ്. സോ നേച്ചർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൂൾ for preventing a natural disaster. So this is a lagoon and this is the sea. ഈ ലഗൂൺ എന്ത് ചെയ്യാണ്? ഈ സീയുടെ ഇറോഷൻ, സീയുടെ ഓവറായിട്ടുള്ള അകത്തേക്കുള്ള ഇവിടെയുള്ള പട്ടണത്തിലേക്ക് ഈ സീ കടന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ബാരിയർ ആയിട്ട് ഈ ലഗൂൺ ആക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള മാർഗം നേച്ചർ ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ഡിഫൻസ്. ഓക്കെ, സോ the future of the human beings will be depending on how we will treat the biodiversity. So this is the time for nature to react, and we are realizing that we are going in tandem with us. Thank you.